കഴിഞ്ഞിരിക്കുന്നു. ലീഗിന്റെ ആവശ്യം ന്യായവുമാണ്. ഇതിപ്പോൾ മുന്നണിക്കല്ല പാർട്ടിക്ക് സീറ്റ് കൂട്ടണമെന്ന നിലപാടാണ് കോൺഗ്രസ് എടുക്കുന്നത്. ഇത്തവണ പലതവണയും ഇത്തരം ചർച്ചകൾ വരുമ്പോൾ പി.കെ. കുഞ്ഞാലിക്കുട്ടി ഒത്തുതീർപ്പിന് തയ്യാറാകുന്നു. അതായത് പാർട്ടിയിൽ മറ്റു നേതാക്കളുടെ നിലപാട് അല്ലെങ്കിൽ പാർട്ടി അണികളുടെ നിലപാടിന് വിരുദ്ധമായി ഒരു ഒത്തുതീർപ്പിന് കുഞ്ഞാലിക്കുട്ടി പോകുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിനെതിരെയുള്ള ഒരു പരാതി. പക്ഷേ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ വാചകങ്ങൾ തന്നെയാണ് നമ്മൾ കേൾക്കുന്നത്. എന്താണ് നമ്മുടെ നിലപാട് നേരത്തെ പറഞ്ഞതാണ്, അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു, മാറേണ്ട സാഹചര്യമില്ല എന്ന് തുറന്നു പറയേണ്ട സാഹചര്യം. അതെന്തുകൊണ്ടാണ്? അത് താഴെ തട്ടിൽ നിന്നാണ് ആ ആവശ്യം വന്നിട്ടുള്ളത് എന്നുള്ളതുകൊണ്ടാണ്. ഇത് നേതൃതലത്തിൽ നടന്ന ചർച്ചയിൽ പറയുന്ന കാര്യമല്ല. താഴെ തട്ടിൽ 3-ാം സീറ്റിന് അവകാശം ഉണ്ട്, അവകാശവാദം ഉന്നയിക്കണമെന്ന കാര്യം വന്നിരിക്കുന്നു. അതാണ് ഈ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിലാണ് കിട്ടിയില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കണമെന്ന നിലപാടെടുക്കുന്നവർ കോഴിക്കോട് ഉണ്ട്. അത് കഴിഞ്ഞ ദിവസം എം.വി. നികേഷ് കുമാർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. 3-ാം സീറ്റിന് ലീഗിന് അർഹതയുണ്ടെന്ന വാദത്തിൽ യുക്തിയുമുള്ളതാണല്ലോ. ഇപ്പോൾ നിയമസഭയിൽ ജയിച്ച മുന്നണിയിൽ 17 സീറ്റുള്ള CPക്ക് 4 ലോക്സഭാ സീറ്റ് LDF നൽകുന്നുണ്ട്. UDFന് 15 സീറ്റുണ്ടായിട്ടും ലീഗിന് കിട്ടുന്ന വെറും 2 സീറ്റ് മാത്രമാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്ക് ലീഗ് കേന്ദ്രങ്ങൾ ഇപ്പോൾ വ്യാപകമായി തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട്. 24% വോട്ട് നേടിയ ലീഗ് 2 സീറ്റിൽ ഒതുങ്ങുന്നു. 12% മാത്രം നേടിയ CPI ആകട്ടെ 4 സീറ്റ് നേടുന്നു എന്നുള്ള കാര്യം. മാത്രമല്ല 26% മുസ്ലിം വിഭാഗം ഈ കേരളത്തിലുള്ളത്. അവർക്ക് 15% മാത്രമാണ് പ്രാതിനിധ്യമെന്ന വാദവും ലീഗ് ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അത് ഇപ്പോൾ കേൾക്കാത്ത രൂപത്തിൽ പ്രതികരിക്കുന്നത് അത് പ്രകോപനം സൃഷ്ടിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ VD സതീശിൻ്റെ പ്രതികരണമായാലും അറിഞ്ഞില്ല, പറയുന്നില്ല എന്ന രൂപത്തിലാണ്. അപ്പോൾ പലതവണ ചർച്ച നടന്നിട്ടും ആ ചർച്ചയിൽ തീരുമാനമായിട്ടില്ല. മാത്രമല്ല ഗൗരവത്തോടെ അത് എടുക്കുന്നില്ല എന്നൊരു സമീപനം വരുന്നു. ഇത് കഴിഞ്ഞ കാലങ്ങളിൽ UDF ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും പുതിയ നേതൃനിര വന്നപ്പോൾ അല്ലെങ്കിൽ മാറിയ നേതൃനിര വന്നപ്പോൾ വന്നിരിക്കുന്ന ഒരു മാറ്റമാണ്. മുമ്പാണെങ്കിൽ അത് ലീഗ് നേതൃത്വത്തിനുമുള്ള പരാതിയാണ്. പാണക്കാട്ടേക്ക് സാധാരണഗതിയിൽ കോൺഗ്രസ് നേതാക്കൾ പോകാറുണ്ട്. പലപ്പോഴായി പോകുന്നു, പല കാര്യങ്ങളും ചർച്ച ചെയ്ത് പരിഹരിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെയൊക്കെ കാലത്ത് അങ്ങനെയാണ് പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടിരുന്നത്. അവസാനവും സുധാകരനും സതീശനും കൂടെ പോയിരുന്നല്ലോ. അത് പോയത് വളരെ കുറവാണ്. അതായത് ആ പരാതിക്ക് ശേഷമാണ്, പരാതി ഉന്നയിച്ചതിന് ശേഷമാണ് ആ പോക്കുണ്ടായത്. അപ്പോൾ മുമ്പ് അങ്ങനെയല്ല, മുമ്പ് ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു. മാത്രമല്ല മുന്നണിയിൽ കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ലീഗും മുൻകൈ എടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആ രൂപത്തിൽ പ്രവർത്തിച്ചിരുന്നു. അതിൽ ഒരു മാറ്റം വന്നിരിക്കുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറുന്നുണ്ട്. കേരളത്തിലെ നിലവിലെ സംഘടനാ ശക്തി പരിശോധിക്കുകയാണെങ്കിൽ CPM-നും BJP-ക്കും താഴെ യഥാർത്ഥത്തിൽ ലീഗാണുള്ളത്. സംഘടനാ ശക്തി നോക്കുമ്പോൾ കോൺഗ്രസും CPM ഒക്കെ അതിന് താഴെ വരുന്നു. കോൺഗ്രസ് എന്നുള്ളത് സംഘടനാ ശക്തി എന്നതിനപ്പുറം ഒരു വികാരമായി നിലനിൽക്കുകയാണ്. അപ്പോൾ ആ രൂപത്തിൽ നോക്കുമ്പോഴും ലീഗിന് ശക്തിയുണ്ട്. രണ്ടാം ഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ ഈ 3-ാം സീറ്റ് എന്ന ആവശ്യം ലീഗ് പതുക്കെ പറഞ്ഞ് അത് ഉപേക്ഷിക്കുമെന്നാണ് കോൺഗ്രസ് കരുതിയിരുന്നത്. പക്ഷേ അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന തീരുമാനത്തിൽ അവർ വരുന്നു. കുഞ്ഞാലിക്കുട്ടിയുടെ മനസ്സിൽ എന്താണെന്ന് അറിയില്ല. കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ അത് ഇങ്ങനെ അണികളുടെ ആവശ്യം അല്ലെങ്കിൽ എന്താണോ പാർട്ടിയുടെ ആവശ്യം എന്ന മട്ടിൽ പറയുന്നുണ്ട്. ചിലപ്പോൾ മനസ്സിലതായിരിക്കില്ല ഇപ്പോൾ അത് പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പോൾ 3-ാം സീറ്റ് ഇപ്പോൾ ഏത് കൊടുക്കുമെന്നുള്ള പ്രശ്നമാണല്ലോ നിൽക്കുന്നത്. ഈ പറഞ്ഞ കണ്ണൂർ അവർ ആഗ്രഹിച്ചിരുന്നു. കണ്ണൂരിൽ സുധാകരൻ താൻ മത്സരിച്ചേക്കുമെന്ന സൂചന നൽകുമ്പോൾ കണ്ണൂരിൽ സാധ്യത മങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കേൾക്കുകയാണ് വയനാട് രാഹുൽ വന്നേക്കില്ല, അങ്ങനെയാണെങ്കിൽ ഹസ്സനാണെന്ന്. അപ്പോൾ രാഹുൽ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വയനാട് തരണമെന്ന് ലീഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവിടെയും പരിഗണിക്കപ്പെടില്ല എന്നുള്ള സാഹചര്യം വരുന്നത് ലീഗിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ഇനി അതല്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് നൽകേണ്ടത് തന്നെയാണ്. മുമ്പ് AK ആന്റണിക്ക് ഒഴിഞ്ഞു കൊടുത്ത സീറ്റ് അത് പലതവണ അവർ ആവശ്യപ്പെട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു മര്യാദ ലീഗിനോട് കാണിക്കേണ്ടതുണ്ട്. ലീഗിന് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ജയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനൊരു ആത്മവിശ്വാസമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. പ്രത്യേകിച്ച് മലബാറിൽ ലീഗിന്റെ സഹായമില്ലാതെ കോൺഗ്രസ് എങ്ങനെ ജയിക്കുമെന്നുള്ള കാര്യം കോൺഗ്രസും ആലോചിക്കേണ്ടതാണ്. പരസ്പര പൂരങ്ങളായി നിൽക്കേണ്ട പാർട്ടികളാണ്. അപ്പോൾ ആ രൂപത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. രാജ്യസഭാ സീറ്റ് ഇപ്പോൾ ഒഴിവ് വരികയാണെങ്കിൽ തന്നെ ഇനിയും ഞങ്ങൾക്ക് തന്നെ പാർട്ടിയിൽ കുറേ പേര് ക്യൂവിൽ നിൽക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വാദം. ഇപ്പോൾ ജെബി മേത്തറിനെയൊക്കെ കഴിഞ്ഞ തവണ വിടുമ്പോൾ പല മുതിർന്ന നേതാക്കളെയും തട്ടിമാറ്റിയിട്ടാണ് ജെബി മേത്തറിനെ കൊടുക്കുന്നത്. അപ്പോൾ അതൊരു ശരിയായ സമീപനമല്ല. ഇപ്പുറത്ത് ലീഗ് ആവശ്യപ്പെട്ടിരിക്കുന്ന രാജ്യസഭാ സീറ്റ് എന്ന അതിലേക്ക് ഒത്തുതീർപ്പ് വരുമായിരിക്കും. 3-ാം സീറ്റ് കൊടുക്കാൻ ഒരുപക്ഷെ പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ രാജ്യസഭാ സീറ്റ് കൂടി ആ വാഗ്ദാനം കൂടി അത് പരസ്യമായി പറയണമെന്നാണ് ലീഗ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ചെയ്തില്ല എങ്കിൽ ലീഗ് ചിലപ്പോൾ കുറച്ച് ഒരു ഉറച്ച നിലപാട്, ഉറച്ച പ്രതികരണം എടുക്കുക, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്ന രീതിയിലേക്ക് പോകും. അത് മുന്നണിക്കും ദോഷമാണ്, കോൺഗ്രസിനും ദോഷമാണ്, ലീഗിനും ദോഷമാണ്. അത് പരിഹരിക്കേണ്ടത് അവർ തന്നെ. Meet the editors.